ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അഞ്ചൽ ചെന്നപ്പേട്ടയിലുള്ള നമ്മുടെ വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അണ്ണന് ഓപ്പറേഷനായി കിടക്കുകയാണ്. അപ്പോൾ അണ്ണനെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. തജസ്മോന് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വഴക്കുണ്ടാക്കാതെ അയാൾ എൻ്റെ മടിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ വനമേഖലയാണ്. നമ്മുടെ വല്യമ്മച്ചിയുടെ വീടിൻ്റെ അവിടെ തൊട്ട് മുന്നിൽ തന്നെ തേക്കിൻ്റെ വനമാണ്. ഫോറസ്റ്റുകാർ നട്ട് വളർത്തിയതാണ്. ഞങ്ങളുടെ കുഞ്ഞിലെ ഉണ്ടായിരുന്ന തേക്കൊക്കെ വെട്ടി മുറിച്ച് പിന്നെ രണ്ടാമത് വെച്ച തേക്കാണ്. ഇപ്പോൾ അതും വളർന്ന് കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുകൂടി കയറിയിട്ട് വേണം നമുക്ക് വീട്ടിനകത്തേക്ക് പോകാൻ. തജ്സ്മാനെ കൊണ്ട് നമ്മൾ നേരത്തെ ഒരു തവണ വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് വരികയാണ്. അയാൾ എല്ലാവരെയും വല്യമ്മച്ചിയെ കാണുമ്പോൾ വല്യമ്മച്ചിയും അമ്മയും ഒരുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ രണ്ടുപേരുടെ മുഖത്ത് ഇയാൾ മാറി മാറി നോക്കി. ഇതാരായത് രണ്ടിടത്തും നിൽക്കുന്നതെന്ന് വിചാരിച്ച്. ഇന്നിനി എന്താണ് അയാളുടെ പ്രതികരണമെന്ന് അറിയത്തില്ല. എന്തായാലും കുഞ്ഞ് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് പോയാൽ മതി. അവിടെ എത്തി. അതാണ്ട് ഇവിടെ തേക്കുംകാട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിർത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് അകത്തോട്ട് നടന്ന് വേണം പോകാൻ. അപ്പുറത്തു കൂടി റോഡുണ്ട്. എന്നാലും നമ്മളെപ്പോഴും വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ അകത്തോട്ടാണ് നമ്മൾ വല്യമ്മച്ചിയുടെയൊക്കെ വീട്ടിലോട്ട് പോകുന്ന വഴി. അമ്മ അണ്ണന് കൊടുക്കാൻ കുറേ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനും പുറകെ വെച്ചിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ ദിവസമാണ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്കും കാര്യമാവും, വഴക്കില്ല. എവിടെ വേണേലും പോവാം. ഞാൻ കൂടെ വേണമെന്നേ ഉള്ളൂ അയാൾക്ക്. തോളയിരുന്ന് യാത്രയൊക്കെ കാണും. ഏത് വട്ടം നോക്കുന്നു എന്തൊക്കെയാണെന്നുള്ളതാണ്. അതുകൊണ്ടോ തേക്കിൻകാടാണ്. തേക്കിൻകാടിനകത്തൂടെ വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. അവരുടെ വീട്ടിലോട്ടുള്ള വഴിയാണ് കാണുന്നത്. ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. അവരുടെ കയ്യിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വേലിയൊന്നും കെട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിലേ നടക്കാം. കുറച്ചുള്ളിലോട്ടുണ്ട്. കുറച്ചങ്ങ് കയറിപ്പോണം. മുകളിൽ കയറിപ്പോണം. ദിവസമാണെങ്കിൽ സന്തോഷം, ഭയങ്കര സന്തോഷം. യാത്ര ചെയ്തതിൻ്റെ സന്തോഷമാണ്. വീടെത്താറായി. അതുകൊണ്ട് വീട് കാണാം നമുക്ക്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ചേച്ചിയുടെ വീടുമുണ്ട്. റോഡ് അപ്പുറത്തായിട്ടുണ്ട്. വീടിൻ്റെ മുൻവശവും അങ്ങോട്ടാണ്. ശിവന ചേച്ചി ഏതാണ്ടൊക്കെ കിടന്ന് അലയ്ക്കുന്നു. അണ്ണൻ്റെ ഭാര്യ. എന്തുവാടെ ഇത്, എത്തുന്നില്ലല്ലോ. നടന്നിട്ടും അപ്പുറത്താരും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ കയറിയിട്ട് ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അണ്ണനെ കാണാൻ വന്നതാണല്ലോ, അപ്പോൾ ആദ്യം അണ്ണനെ കാണാം. എന്തിയേ നമ്മൾ വന്നു. ഇവിടെ ഇരിപ്പുണ്ട്. ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. അമ്മ കൊണ്ടുവന്നതൊക്കെ കൊടുത്ത്. അപ്പോൾ ഇതായി കിടക്കുന്നു. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ ആണ് എടുത്തത്. അവിടുത്തെ ഒന്നും എടുത്തില്ല. തേജസ്മാൻ വല്യമ്മച്ചിയെ കാണുമ്പോൾ എക്സ്പ്രഷൻ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവർ വന്നപ്പോൾ ഞാൻ അടുക്കളയിലായിരുന്നു. വല്യമ്മച്ചിയൊക്കെ രാവിലെ പള്ളിയിൽ പോയതായിരുന്നു. അപ്പോൾ വന്നപ്പോഴത്തേന് തേജസ്മാന് പഴയ അത്ര എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ കണ്ടതുകൊണ്ടായിരിക്കാം. ആദ്യം കണ്ടപ്പോൾ അമ്മയും വല്യമ്മച്ചിയും തിരിഞ്ഞ് നോക്കുമായിരുന്നു. ഇത് ആരാണെന്നുള്ള മട്ടിൽ, കുമ്പിടിയാണോ എന്നുള്ള മട്ടിൽ. ഇന്ന് പക്ഷേ അത്രയും വലിയ എക്സ്പ്രഷനൊന്നും വന്നില്ല എന്നവരൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടില്ല, ഞാൻ അപ്പുറത്തേക്കുമായിരുന്നു. എങ്കിലും അയാൾ സാനി ചേച്ചിയായിട്ടൊക്കെ കൂട്ടായി. അണ്ണൻ്റെ മോളാണ്. സാനിയായിട്ട് പോകാൻ നേരം ഭയങ്കര കൂട്ടായി. അതുവരെ അടുത്തതൊന്നുമില്ല. എടുത്തപ്പോൾ കരഞ്ഞ അയാൾ. തിരിച്ച് വരാൻ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സാനിയായിട്ട് ഭയങ്കര കൂട്ടായി. അയാൾ ചേച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക. പോരാൻ നേരത്താണ് അയാൾ കൂട്ടാകുന്നത്. ബസ് ഇപ്പോഴുണ്ട് തിരിച്ച് അടൂരിന്. നമുക്ക് പുനലൂർ ഇറങ്ങിയിട്ട് വേണം അടൂരിന് ബസ്സിന് പോകാൻ. ബസ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ഷെഡിലിരിക്കുമ്പോൾ സാനിയായിട്ട് ഏതാണ്ടൊക്കെ പറയുക. ഏതൊക്കെ പറയുന്നു. ആദ്യമൊന്നും എടുത്തില്ലായിരുന്നു. ഏതാണ്ടൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു ചേച്ചിയോട്. തേജസ്മാന് ചേച്ചിമാരെ ഭയങ്കര ഇഷ്ടമാണ്. അയാൾക്ക് ആൺകുട്ടികളോട് കൂട്ടുകൂടുന്നതിനൊക്കെ എളുപ്പം അയാൾ പെൺകുട്ടികളോടാണ് കൂട്ടുകൂടുന്നത്. കയ്യിൽ നിന്ന് വിടുന്നില്ല, മുറുക്കെ പിടിച്ചേക്കും. അവളെ കൂടെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമുക്ക് മുറുക്കി തന്നെ പിടിച്ചേക്കും. അയാൾ വിടുന്നില്ല.
വണ്ടിയൊക്കെ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഏതാണ്ടൊക്കെ പറയുക. എന്ത് വേണം? ചേച്ചിയോട് ഏതാണ്ടൊക്കെ പറഞ്ഞു. കുഞ്ഞിന് യാത്ര പോകുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആകെപ്പാടെ സന്തോഷിച്ചിരിക്കുക. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ബഹളം. അതൊക്കെ എപ്പോഴും ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കണം. അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയാണിത്. മൂത്തൊരു ചേച്ചിയുണ്ട്, ഒരനിയത്തിയുണ്ട്. പിന്നെ കുറേ 2-3 മാമന്മാരും ഉണ്ട്. ഇവരെല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. അമ്മയും വല്യമ്മച്ചിമാരും കുഞ്ഞമ്മയും എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർക്കെല്ലാം കൺഫ്യൂഷനാണ്. ഒരാളെ കണ്ടു കഴിയുമ്പോൾ ബാക്കി എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. ഇവർ കുഞ്ഞുങ്ങൾക്കെല്ലാം അന്നേരം കൺഫ്യൂഷനാവും, ഇതാരായതെന്നുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ച് പുനലൂർ വഴി പോകണം. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കൊട്ടാരക്കര ആയൂർ വഴിയാണ് പോയത്. ഇപ്പോൾ തിരിച്ച് നമ്മൾ പുനലൂർ വഴി പോവുകയാണ്. അതുകൊണ്ട് നല്ല പ്രകൃതി ഭംഗിയാർന്ന സ്ഥലമാണ്. ഇനി നമ്മൾ കാറിൽ വരുമ്പോൾ ഇവിടെയൊക്കെ നിർത്തി വീഡിയോ എടുത്ത് നമ്മൾ ചാനലിലിടാം. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്, കാണാൻ നല്ല സൂപ്പർ സ്ഥലങ്ങളാണ്. കാടും മേടും പുഴയും അരുവിയും എല്ലാം ഉണ്ട്. പാറക്കെട്ടുകളും നല്ല പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളാണ്. ചെന്നപ്പട്ട വരുമ്പോഴും ഞങ്ങളവിടെ കുടുക്കുത്തുപാറ എന്ന് പറയുന്നൊരു പാറ ഉണ്ട്. ഞാനിതുവരെ പോയിട്ടില്ല, പക്ഷേ ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. ഒരു ദിവസം അവിടെയും പോകണം നമുക്ക്. പോയി അതിൻ്റെ വീഡിയോയും നമ്മളിടുന്നതായിരിക്കും.